ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ. ഒന്നാമതായി വിശുദ്ധ എഡിത്ത് സ്റ്റൈൻ. ജീവിതകാലം 1891 മുതൽ 1942 വരെ. എഡിത്ത് സ്റ്റൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കുരിശിന്റെ സിസ്റ്റർ ബെനഡിക്റ്റ 1891 ഒക്ടോബർ 2 ബ്രെസ്ലാവിൽ ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ചു. അവൾക്ക് 2 വയസ്സായപ്പോൾ പിതാവ് മരിച്ചു. ബാല്യകാലവും സ്കൂൾ വിദ്യാഭ്യാസവും ബ്രെസ്ലാവിൽ ചിലവഴിച്ചു. ചെറുപ്പം മുതലേ പഠനത്തിൽ അവൾ വളരെ സമർത്ഥയായിരുന്നു. 1910 ബ്രെസ്ലാവിലുള്ള യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫി പഠിക്കാനായി അവൾ പ്രവേശിച്ചു. 2 വർഷത്തിനു ശേഷം ഉപരിപഠനത്തിനായി ഗോട്ടിങ്ങ എന്ന സ്ഥലത്തേക്ക് മാറി. ഇവിടെ വെച്ചാണ് അവൾ ലോക പ്രശസ്ത തത്വചിന്തകനായ എഡ്മണ്ട് ഹൂസറലിനെ കണ്ടുമുട്ടിയത്. അദ്ദേഹത്തിന്റെ കീഴിലാണ് പിന്നീട് അവൾ പഠനവും ഗവേഷണവും നടത്തിയത്. 1916 ഹൂസറൻ ഫ്രീബർഗിലേക്ക് സ്ഥലം മാറിപ്പോയപ്പോൾ എഡിത്ത് സ്റ്റൈനെയും തന്റെ അസിസ്റ്റന്റായി നിയമിച്ചു. അവളുടെ വിശ്വാസം ഏതാണ്ട് നഷ്ടപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. സത്യത്തിനു വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹം അവളുടെ ഹൃദയത്തിൽ എന്നും നിലനിന്നിരുന്നു. 1921 അവധിക്കാലം ചിലവിടുന്നതിനായി എഡിത്ത് സ്റ്റൈൻ തന്റെ സുഹൃത്തുക്കളായ മർത്തിയൂസ് ദമ്പതികളുടെ വീട്ടിൽ ചെന്നു. പ്രസ്തുത ദമ്പതികൾ അവധിക്ക് പുറപ്പെടുന്നതിന് മുൻപായി തങ്ങളുടെ ലൈബ്രറി ഉപയോഗിക്കാനുള്ള അനുവാദം എഡിത്ത് സ്റ്റൈന് കൊടുക്കുകയുണ്ടായി. പിന്നീട് അവിടെ സംഭവിച്ചതിനെപ്പറ്റി അവൾ തന്നെ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: പ്രത്യേകമായിട്ടൊന്നും ശ്രദ്ധിക്കാതെ കയ്യിൽ കിട്ടിയ ആദ്യ പുസ്തകം ഞാനെടുത്തു. അതൊരു തടിച്ച പുസ്തകമായിരുന്നു. ആവിലായിലെ അമ്മ ത്രേസ്യ എഴുതിയ സ്വന്തം ആത്മകഥയായിരുന്നു അത്. ഞാനത് വായിക്കാൻ ആരംഭിച്ചു. ഇടയ്ക്കു നിർത്താതെ അവസാനം വരെ വായിച്ചു. വായന തീർന്ന് പുസ്തകം മടക്കിക്കൊണ്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇതാണ് സത്യം. പിറ്റേ ദിവസം പട്ടണത്തിൽ ചെന്ന് ഒരു കത്തോലിക്ക വേദപാഠക പുസ്തകവും കുർബാന പുസ്തകവും വാങ്ങി. സൂക്ഷ്മമായി രണ്ടും പഠിച്ചതിനു ശേഷം അടുത്തുള്ള ഇടവക വികാരിയെ സമീപിച്ച് തനിക്കുടൻ ജ്ഞാനസ്നാനം വേണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിനു മുൻപ് വേണ്ട വിധം ഒരുങ്ങേണ്ടതാണെന്ന് വികാരി അവളെ അറിയിച്ചു. 1922 പുതുവത്സര ദിനം അവൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അധികം വൈകാതെ സന്യാസ ജീവിതം ആശ്ലേഷിക്കുവാൻ അവൾ ആഗ്രഹിച്ചെങ്കിലും പലരുടെയും പ്രേരണ മൂലം തൽക്കാലത്തേക്ക് ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. ഉന്നത വിദ്യാഭ്യാസമുള്ള അൽമായ പ്രവർത്തക എന്ന നിലയിൽ വളരെയേറെ പ്രവർത്തിക്കാമെന്ന് സുഹൃത്തുക്കൾ അവളെ ഉപദേശിച്ചു. പിന്നീടുള്ള 10 വർഷത്തോളം വളരെ വിശാലവും ഫലപ്രദവുമായ രീതിയിൽ അവൾ പ്രേഷിത പ്രവർത്തനം നടത്തുകയുണ്ടായി. യൂറോപ്പിലെ വിവിധ പട്ടണങ്ങൾ സന്ദർശിച്ച് സെമിനാറുകളും പ്രസംഗങ്ങളും നടത്തി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി അവൾ വളരെയേറെ അധ്വാനിച്ചു. 1933 കൊളോനിലുള്ള കർമ്മല മഠത്തിൽ അവൾ പ്രവേശിച്ചു. അതേ വർഷം തന്നെയാണ് ജർമ്മനിയിൽ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം യഹൂദന്മാരെ പീഡിപ്പിക്കുവാൻ തുടങ്ങിയത്. ഏതാണ്ട് 5 വർഷത്തോളം അവർ കൊളോനിയിൽ താമസിച്ചു. യഹൂദന്മാർക്കെതിരായുള്ള നിയമം പ്രാബല്യത്തിൽ വന്നതോടെ എഡിത്ത് സ്റ്റൈനെ സ്വിറ്റ്സർലൻഡിലേക്ക് അയക്കാനുള്ള ശ്രമം ആരംഭിച്ചു. വിസ കിട്ടാൻ ബുദ്ധിമുട്ടായപ്പോൾ ഹോളണ്ടിലേക്ക് അവളെ സഭാധികാരികൾ അയച്ചു. എന്നാൽ അവിടെയും ഹിറ്റ്ലറിന്റെ നീണ്ട കൈകൾ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. സ്വിറ്റ്സർലൻഡിലേക്കുള്ള വിസ വന്നപ്പോഴേക്കും മറ്റു യഹൂദന്മാരോടൊപ്പം എഡിത്ത് സ്റ്റൈനും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രസിദ്ധ തടങ്കൽ പാളയമായ ഔഷ്വിക്സിലേക്കുള്ള ട്രെയിനിൽ യാത്ര തുടങ്ങിയിരുന്നു. 1942 ഓഗസ്റ്റ് 2 എഡിത്ത് സ്റ്റൈനെയും മഠത്തിൽ അഭയം തേടി വന്ന അവളുടെ സഹോദരിയെയും ഹിറ്റ്ലറിന്റെ രഹസ്യ പോലീസുകാർ അറസ്റ്റ് ചെയ്തത്. 7-ാം ദിവസം അവളും മറ്റുള്ളവരോടൊപ്പം ഗ്യാസ് ചേംബറിലേക്ക് അയക്കപ്പെട്ടു. 1942 ഓഗസ്റ്റ് 9 എഡിത്ത് സ്റ്റൈൻ മരിച്ചതായി ഹോളണ്ടിലെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഒരു കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസത്തിനു വേണ്ടി മരിച്ച ഒരു രക്തസാക്ഷിണിയായിട്ടാണ് സഭ അവളെ കാണുന്നത്. 1987 ജോൺ പോൾ 2 മാർപ്പാപ്പ എഡിത്ത് സ്റ്റൈനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു.
1998 ഒക്ടോബർ 11 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ എഡിത്ത് സ്റ്റൈനെ വിശുദ്ധയായി നാമകരണം ചെയ്തു. ഇന്ന് അനുസ്മരിക്കുന്ന രണ്ടാമത്തെ വിശുദ്ധൻ രക്തസാക്ഷിയായ വിശുദ്ധ റൊമാനൂസ്. മരിച്ച വർഷം 258. വിശുദ്ധ ലോറൻസിന്റെ രക്തസാക്ഷിത്വ കാലത്ത് റൊമാനൂസ് റോമയിൽ ഒരു പട്ടാളക്കാരനായിരുന്നു. പരിശുദ്ധനായ ലോറൻസ് സഹനത്തിൽ പ്രദർശിപ്പിച്ച ആനന്ദവും സ്ഥിരതയും കണ്ട് വികാരഭരിതനായ റൊമാനൂസ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. ജയിലിൽ കിടന്നിരുന്ന വിശുദ്ധ ലോറൻസ് തന്നെ അദ്ദേഹത്തെ ക്രിസ്തീയ തത്വങ്ങൾ പഠിപ്പിക്കുകയും ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്തു. തന്റെ മാനസാന്തര കഥ അദ്ദേഹം സർവത്ര ഉറക്കെ പറഞ്ഞു നടന്നു. ഉടനടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും വിശുദ്ധ ലോറൻസിനെ വധിച്ചതിന്റെ തലേ ദിവസം റോമാനൂസിന്റെ ശിരസ് ഛേദിക്കുകയും ചെയ്തു. അങ്ങനെ തന്റെ ഗുരുവും മാർഗദർശിയുമായ ലോറൻസ് വിശുദ്ധ കിരീടം പ്രാപിക്കുന്നതിനു മുൻപ് തന്നെ റൊമാനൂസ് സ്വർഗീയ കിരീടം പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ ശരീരം ആദ്യം തിബൂറിലേക്കുള്ള റോഡിൽ സംസ്കരിക്കപ്പെട്ടു. പിന്നീട് ലൂക്കായിലേക്ക് വിശുദ്ധ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു. അവിടെ അവ പ്രധാന ബലിപീഠത്തിന്റെ കീഴിൽ ഇന്നും സ്ഥിതി ചെയ്യുന്നു. വിചിന്തനം: രക്തസാക്ഷികളുടെ മാതൃക അത്ഭുതങ്ങൾ പോലെ തന്നെ അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഗോതമ്പുമണി നിലത്തു വീണഴിഞ്ഞാലേ ഫലം പുറപ്പെടുവിക്കുന്നുള്ളൂ. ത്യാഗപൂർവകമായ സ്നേഹമാണ് വിശുദ്ധിയുടെ നിദാനം.